കൊറേ പുളിക്കും, അതിലിമ്മിണ്ടാവും. കള്ളക്കൊതിയൻ നുണ പറഞ്ഞ കണ്ണു പൊട്ടിപ്പോവും. അച്ചൂട്ടി 104 വരെ എണ്ണിയപ്പോ താറാക്കൂട്ടം വന്നു, പിന്നെ എണ്ണിയില്ല. അങ്ങനെ പറ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായ? ജാനുട്ടിക്ക് കുട്ടൻ മനക്കത്ര പോയി വരുമ്പോ കിളിമുട്ടായി വാങ്ങിച്ചേരട്ടോ. ഈ കള്ളക്കൊതിയന്മാർക്ക് കൊടുക്കൂല. തരണ്ട. എന്നാലും എന്റെ വലിയട്ടിന്റെ അത്ര മുങ്ങിക്കിടക്കാൻ കുട്ടിന് പറ്റില്ലല്ലോ. എന്റെ വലിയട്ട് 110 വരെയും മുങ്ങിക്കിടക്കുമല്ലോ. എത്ര എണ്ണം മുങ്ങിക്കിടക്കുന്നു അത്ര വയസ്സ് വരെ ജീവിക്കാൻ അറിയാമോ? പക്ഷെങ്കിൽ എന്റെ അമ്മാവന്റെ അത്ര ആരും ജീവിക്കൂല. എന്റെ അമ്മാവൻ 150 വരെ മുങ്ങിക്കിടക്കുമല്ലോ. ജാനുവിന്റെ അമ്മാവൻ അത്രല്ലേ ഉള്ളൂ. എന്റെ അച്ഛൻ മുങ്ങിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടല്ല പൊങ്ങിയത്. അത് ചത്തിട്ടല്ലേ? ചത്തിട്ടോ? പോടാ. എന്റെ അച്ഛൻ ദേവി വിളിച്ചിട്ട് കാളിത്തയും തുള്ളാൻ പോയതാ. കുട്ട മണ്ടനാ. അറിഞ്ഞാ നിന്റെ നന്ദിനിക്കുട്ടി പരീക്ഷ അയച്ച് ജയിച്ചോ? ആന്ന് പരീക്ഷ അയച്ചാ നിങ്ങളുടെ കല്യാണം എന്നല്ലേ പറഞ്ഞത്. ആ ചെല്ല് ചെല്ല്. നന്ദിനിക്കുട്ടി ജയിച്ചു. നന്ദിനിക്കുട്ടി ജയിച്ചു. ഇനി കുട്ടന്റെ കല്യാണ. വാസേട്ടാ, നന്ദിനിക്കുട്ടി പരീക്ഷ ജയിച്ചു. പരീക്ഷ ജയിച്ചാ പിന്നെ ഞങ്ങളുടെ കല്യാണോ? ആ പത്രത്തിലും വായിച്ചിരുന്നു. വായിച്ചോ? ടിവിയിലും പറയുന്ന കേട്ടു. അപ്പൊ ഇനി നേരം കുറിച്ചാ മതിയല്ലോ. നേരം കുറിക്കാനൊന്നുമില്ല. മഴയും വെയിലും മാറുമ്പോ ഞങ്ങളുടെ കല്യാണം എന്നാ വെളിച്ചപ്പാട് പറഞ്ഞ അല്ലേ? വെളിച്ചപ്പാടെ. അതെ അതെ, പക്ഷെ മഴയും വെയിലും ഒക്കെ മാറണം. എന്നാ വരട്ടെ. എടാ ഇത്തിരി മാവാട്ടി തന്നിട്ട് പോടാ. ആദ്യം നന്ദിനിക്കുട്ടിനെ കാണട്ടെ. നിന്റെ വെളിച്ചപ്പാടെ എങ്ങളക്കക്കട കൂടി എന്തിനാണ് അവനെ ഈ വട്ടളക്കണത്? അവന്റെ സന്തോഷം കാണാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതല്ലേ. ഇവന്റെ അപ്പൂപ്പൻ കുഞ്ഞിത്തേവൻ പണ്ട് മാടന്തറയിലെ വെളിച്ചപ്പാടായിരുന്നു. തമ്പ്രാക്കന്മാർക്ക് പോലും ഒന്ന് തേവനെ കണ്ട പേടിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നത്തെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും പട്ടിയെ പോലെയാ. അതെങ്ങനാ? ഈ വെളിച്ചപ്പാടിന്റെ കയ്യിലിരിപ്പ് ഇതല്ല.